ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. IIT ഖരഗ്പൂരിൻ്റെ 2023 ലൈഫ് ഫെലോഷിപ്പ് പുരസ്കാരം നേടിയ മലയാളി ആരാണ്? പ്രൊഫസർ രവികുമാർ ഭാസ്കരൻ. മലയാളിയായ പ്രൊഫസർ രവികുമാർ ഭാസ്കരനാണ് IIT ഖരഗ്പൂരിൻ്റെ 2023 ലൈഫ് ഫെലോഷിപ്പ് പുരസ്കാരം ലഭിച്ചത്. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയ കായിക താരങ്ങൾ ആരൊക്കെയാണ്? ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി സഖ്യം. മഹാരാഷ്ട്രയുടെ ചിരാഗ് ഷെട്ടിയും ആന്ധ്രാപ്രദേശിന്റെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിക്കുമാണ് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചത്. ഇന്ത്യയുടെ ബാഡ്മിന്റൺ ഡബിൾസ് താരങ്ങളാണ് ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടി ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ സഖ്യമാണ് ചിരാഗ് ഷെട്ടി സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി സഖ്യം. (2023) അർജുന പുരസ്കാരം നേടിയ മലയാളി താരം ആരാണ്? M. ശ്രീശങ്കർ. മലയാളിയായ M. ശ്രീശങ്കറിനാണ് 2023 അർജുന പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുടെ ലോങ് ജമ്പ് താരമാണ് M. ശ്രീശങ്കർ. ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി, ഷൂട്ടർ ഐശ്വരി പ്രതാപ് സിംഗ്, ഗുസ്തി താരം ആൻറ്റിം പങ്കൽ, അമ്പെയ്ത്തുകാരായ ഓജസ് പ്രവീൺ, അദിതി സ്വാമി എന്നിവരടക്കം 26 പേർക്കാണ് അർജുന പുരസ്കാരം ഈ വർഷം ലഭിച്ചത്. രാജ്യത്തെ മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ പുരസ്കാരം 2023 ലഭിച്ച മലയാളി ആരാണ്? E. ഭാസ്കരൻ. മലയാളിയായ E. ഭാസ്കരനാണ് രാജ്യത്തെ മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ പുരസ്കാരം 2023 ലഭിച്ചത്. ഇന്ത്യയുടെ കബഡി ടീമിന്റെ കോച്ചാണ് E. ഭാസ്കരൻ. ഇന്ത്യയുടെ ചെസ് താരങ്ങളായ R. പ്രജ്ഞാനന്ദ, R. വൈശാലി എന്നിവരുടെ പരിശീലകനായ RB രമേശിനും ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചു. പ്രഥമ ഇന്ത്യൻ കലാ വാസ്തുവിദ്യ ഡിസൈൻ ബിനാലെ 2023 IAADB 2023 നടന്നത് എവിടെ വെച്ചാണ്? ചെങ്കോട്ട. ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ചാണ് പ്രഥമ ഇന്ത്യൻ കലാ വാസ്തുവിദ്യ ഡിസൈൻ ബിനാലെ 2023 നടന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഏത് സംസ്ഥാനത്ത് മത്സരിക്കുന്നതിൽ നിന്നാണ് കോടതി അയോഗ്യനാക്കിയത്? കൊളറാഡോ. അമേരിക്കയിലെ കൊളറാഡോ സംസ്ഥാനത്ത് മത്സരിക്കുന്നതിൽ നിന്നാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കോടതി അയോഗ്യനാക്കിയത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ നേടിയത് ആരാണ്? E.V. രാമകൃഷ്ണൻ. E.V. രാമകൃഷ്ണനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ നേടിയത്. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ഇംഗ്ലീഷ് വിഭാഗത്തിൽ നീലം ശരൺ ഗൗറിന്റെ റിക്വം ഇൻ രാഗ ജാൻകി എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. തമിഴ് വിഭാഗത്തിൽ ദേവി ഭാരതി രാജശേഖരന്റെ നീർവാഴി പാതുവം എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഹിന്ദി വിഭാഗത്തിൽ സഞ്ജീവിന്റെ മുജെ പഹഞ്ചാനോ എന്ന കൃതിക്കും തെലുങ്കിൽ T. പതഞ്ജലി ശാസ്ത്രിക്കുമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. മലയാളത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് E.V. രാമകൃഷ്ണനാണ്.
ഏത് രാജ്യമാണ് 34 വർഷമായി നിലനിന്നിരുന്ന പൂച്ചകളുടെ വിലക്ക് 2023 പിൻവലിച്ചത്? സിംഗപ്പൂർ. സിംഗപ്പൂർ രാജ്യമാണ് 34 വർഷമായി നിലനിന്നിരുന്ന പൂച്ചകളുടെ വിലക്ക് 2023 പിൻവലിച്ചത്. രാജ്യത്ത് ആരോഗ്യ പ്രവർത്തകർ, ആരോഗ്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരുടെ ഡിജിറ്റൽ ഹെൽത്ത് ഡാറ്റാബേസ് തയ്യാറാക്കുന്നതിനുള്ള ചുമതല ആർക്കാണ്? ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനാണ് രാജ്യത്ത് ആരോഗ്യ പ്രവർത്തകർ, ആരോഗ്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരുടെ ഡിജിറ്റൽ ഹെൽത്ത് ഡാറ്റാബേസ് തയ്യാറാക്കുന്നതിനുള്ള ചുമതല. രാജ്യത്തിനായി സംഭാവന നൽകൂ എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യയിൽ ക്രൗഡ് ഫണ്ടിംഗ് യജ്ഞത്തിന് തുടക്കം കുറിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? കോൺഗ്രസ്. കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയാണ് രാജ്യത്തിനായി സംഭാവന നൽകൂ എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യയിൽ ക്രൗഡ് ഫണ്ടിംഗ് യജ്ഞത്തിന് തുടക്കം കുറിച്ച രാഷ്ട്രീയ പാർട്ടി. ഐസ്ലാൻഡിലെ ഹൂസവിക് മ്യൂസിയം നൽകുന്ന ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം നേടിയ ബഹിരാകാശ സ്ഥാപനം ഏതാണ്? ISRO. ഇന്ത്യയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISROയ്ക്കാണ് ഐസ്ലാൻഡിലെ ഹൂസവിക് മ്യൂസിയം നൽകുന്ന ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം ലഭിച്ചത്. ISROയുടെ ചാന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി നടത്തിയതിനുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഐസ്ലാൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി ബാലസുബ്രഹ്മണ്യൻ ശ്യാം ഈ പുരസ്കാരം ഏറ്റുവാങ്ങി. ഐസ്ലാൻഡിലെ ഇന്ത്യൻ സ്ഥാനപതിയാണ് ബാലസുബ്രഹ്മണ്യൻ ശ്യാം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? പ്രമോദ് അഗർവാൾ. പ്രമോദ് അഗർവാൾ ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തി. നിലവിലെ ചെയർമാനായ SS മുന്ദ്ര വിരമിക്കുന്ന ഒഴിവിലാണ് ഇദ്ദേഹത്തിന് നിയമനം ലഭിച്ചത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയും സുന്ദരരാമൻ രാമമൂർത്തിയാണ്. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയും സുന്ദരരാമൻ രാമമൂർത്തിയും പുതുതായി നിയമിതനായ ചെയർമാൻ പ്രമോദ് അഗർവാളുമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം നെറ്റ്വർക്ക് എന്ന സ്ഥാനം നേടിയത് ഏത് കമ്പനിയാണ്? റിലയൻസ് ജിയോ. റിലയൻസ് ജിയോ ആണ് രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം നെറ്റ്വർക്ക് എന്ന സ്ഥാനം നേടിയ കമ്പനി. ചെന്നൈയിലെ ആശാൻ സ്മാരക അസോസിയേഷന്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? കുരീപ്പുഴ ശ്രീകുമാർ. കുരീപ്പുഴ ശ്രീകുമാറിനാണ് ചെന്നൈയിലെ ആശാൻ സ്മാരക അസോസിയേഷന്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത്. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന മന്ദിരത്തിന്റെ പേരെന്താണ്? സൊർവേദ് മഹാമന്ദിർ. സൊർവേദ് മഹാമന്ദിർ എന്ന ധ്യാന മന്ദിരമാണ് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന മന്ദിരം. വാരാണസിയിലെ ഉമ്ര എന്ന സ്ഥലത്താണ് 20,000 പേർക്ക് ഇരിക്കാവുന്ന സൊർവേദ് മഹാമന്ദിർ എന്ന ധ്യാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്താദ്യമായി തിരുവനന്തപുരത്ത് സ്ഥാപിതമാകുന്ന സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോമിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണ്? ഡോക്ടർ സാബു തോമസ്. ഡോക്ടർ സാബു തോമസ് ആണ് രാജ്യത്താദ്യമായി തിരുവനന്തപുരത്ത് സ്ഥാപിതമാകുന്ന സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോമിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി. സൂക്ഷ്മാണുക്കളുടെ പഠനത്തിനും ഗവേഷണത്തിനുമുള്ള സ്ഥാപനമാണ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം. 2024 ഐക്യരാഷ്ട്രസഭ ഏത് വർഷമായാണ് പ്രഖ്യാപിച്ചത്?
ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാംലിഡ്സ്? 2024 ഐക്യരാഷ്ട്രസഭ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാംലിഡ്സ് അന്താരാഷ്ട്ര ഒട്ടക കുടുംബ വർഷമായാണ് പ്രഖ്യാപിച്ചത്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി, അതായത് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരുന്നത്. 2024 അന്താരാഷ്ട്ര ഒട്ടക കുടുംബ വർഷമായാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യ വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രിയായ ആരോഗ്യ മൈത്രി എയ്ഡ് ക്യൂബ് 2023 ഡിസംബറിൽ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഗുരുഗ്രാം. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യ വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രിയായ ആരോഗ്യ മൈത്രി എയ്ഡ് ക്യൂബ് 2023 ഡിസംബറിൽ അനാച്ഛാദനം ചെയ്തത്. ശബരിമലയിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കായി കേരള പോലീസുമായി സഹകരിക്കുന്ന പ്രമുഖ ടെലികോം സേവന ദാതാക്കൾ ആരാണ്? വോഡഫോൺ ഐഡിയ. വോഡഫോൺ ഐഡിയ ആണ് ശബരിമലയിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കായി കേരള പോലീസുമായി സഹകരിക്കുന്ന പ്രമുഖ ടെലികോം സേവന ദാതാക്കൾ. QR കോഡ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ബാൻഡാണ് വോഡഫോൺ ഐഡിയ കമ്പനി കുട്ടികൾക്കായി തയ്യാറാക്കിയത്. ശാസ്ത്രീയ സംഗീതം പ്രോത്സാഹിപ്പിക്കുന്നതിന് കൃഷ്ണവേണി സംഗീത നീരാജനം എന്ന പേരിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനമാണ് ശാസ്ത്രീയ സംഗീതം പ്രോത്സാഹിപ്പിക്കുന്നതിന് കൃഷ്ണവേണി സംഗീത നീരാജനം എന്ന പേരിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. വാഹനാപകടം ഉണ്ടായാൽ എതിർ വാഹനത്തിലെ വ്യക്തിയോട് ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഏതാണെന്നാണ് കേരള മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്നത്? ആർ യു ഓക്കെ എന്ന ചോദ്യമാണ് മോട്ടോർ വാഹനാപകടം ഉണ്ടായാൽ എതിർ വാഹനത്തിലെ വ്യക്തിയോട് ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്നാണ് കേരള മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.